ചിന്തിച്ചു കഴിഞ്ഞില്ല ഇതുവരെ? ത്രിലോകന്റെ ശബ്ദമാണ് ശിവയെ പലവിധത്തിലുള്ള ആലോചനകളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്. തല ചരിച്ച് അവൾ അവനെ ഒന്ന് നോക്കി. പോകും മുന്നേ വേദു നിന്നോടെന്താ പറഞ്ഞത്? പെട്ടെന്നുള്ള ആ ചോദ്യത്തിൽ പ്രത്യേകിച്ച് ഞെട്ടലൊന്നും തോന്നിയില്ല ശിവയ്ക്ക്. കാരണം അവനിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെയൊന്ന്. മറുപടി പറയാൻ എന്നോണം അവൾ ഒരു നിമിഷം അതൊന്ന് ഓർത്തെടുത്തു. അരമണിക്കൂർ മുന്നേ. ഇനി എന്നാ ഇങ്ങോട്ടൊക്കെ? മുന്നിൽ നിൽക്കുന്നവന്റെ കയ്യിൽ പിടിച്ച് കളിയോടെ ചോദിക്കുമ്പോൾ ആ വാക്കുകൾ ഒളിഞ്ഞിരിക്കുന്ന പിടച്ചിൽ വേദ തിരിച്ചറിഞ്ഞു. അറിയില്ല വേദ, എന്നെങ്കിലും തമ്മിൽ കാണാൻ നമുക്ക്. ഇങ്ങനൊരു കൂടിക്കാഴ്ച പോലും ഉണ്ടാവുമെന്ന് കരുതിയതല്ല. പിന്നെ ഇവരൊക്കെ നിർബന്ധിച്ചപ്പോൾ വന്നതാണ്. അതുകൊണ്ടെന്താ, ഒരിക്കൽ കൂടി നിന്നെ കാണാൻ സാധിച്ചല്ലോ. അവനും പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആരോരും ഇല്ലാതിരുന്നപ്പോൾ അഭയം തന്ന ഒരാളോടുള്ള കടപ്പാടായിരുന്നില്ല ശിവയ്ക്ക് വേദിനോട്. പേരെടുത്തു പറയാൻ പോലും കഴിയാത്തൊരു ആത്മബന്ധം ഇതിനോടകം അവരിൽ വലയപ്പെട്ട് കഴിഞ്ഞിരുന്നു. അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയുന്നൊരു മുഖമല്ല എനിക്ക് നിന്റേത്. എന്നും എൻ്റെ ഉള്ളിൽ നീ ഉണ്ടാവും, ആരോരും തിരിച്ചറിയാത്ത ഒരിടത്ത്. ഈ മനമറിയാൻ ആർക്കും കഴിയില്ല വേദ. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടക്കുമ്പോൾ ആ വാക്കുകൾ ഏൽപ്പിച്ച പ്രഹരത്തിലായിരുന്നു അവൾ. അവൻ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം മനസ്സിലായോ നിനക്ക്? അവന് നിന്നെ വേണ്ട നന്ദേട്ടാ, വേണ്ട, കൂടുതലൊന്നും പറയണ്ട. ത്രിലോകനെ ബാക്കി പറയാൻ സമ്മതിക്കാതെ ശിവ അവന് വിലക്ക് തീർത്തു. വേദേട്ടൻ എനിക്ക് എന്നും ഒരേട്ടൻ്റെ സ്ഥാനത്താണ്. അതൊരിക്കലും മാറ്റി ചിന്തിക്കാൻ കഴിയില്ല എനിക്ക്. ധ്രുവേട്ടനും വേദേട്ടനുമൊക്കെ ഏട്ടന്മാരുടെ സ്ഥാനത്ത് മാത്രം മതി എനിക്ക്. മറ്റൊന്നും ഇനി കേൾക്കേണ്ട. തല ഇരുവശത്തേക്കും ചലിപ്പിച്ചുകൊണ്ട് അവൾ പറയുമ്പോൾ ത്രിലോക് ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടയിലും അവളെ തന്നിലേക്കൊന്ന് ചേർത്ത് പിടിച്ചു. അമ്മ ഉറങ്ങിയില്ലേ? കിടക്കാനായി ബെഡൊക്കെ കുടഞ്ഞു വിരിക്കുമ്പോഴാണ് തനിക്കടുത്തേക്ക് വരുന്ന ഇഷയെ സുജി കാണുന്നത്. ഉറങ്ങിയെങ്കിൽ ഞാനിങ്ങനെ നിൽക്കോ? ഒട്ടും താല്പര്യമില്ലാത്ത അവരുടെ വാക്കുകൾ തെളിഞ്ഞിരിക്കുന്ന അവളുടെ മുഖം ഒന്നിരുണ്ടു. എന്നെ കാണുമ്പോൾ മാത്രം എന്താ അമ്മയ്ക്ക് ഇത്ര പ്രശ്നം? ആ ശിവയോട് സംസാരിക്കുമ്പോൾ എന്തൊരു സ്നേഹമാണ് വാക്കുകൾ പോലും. ഈഷ ദേഷ്യത്തോടെ അത് ചോദിക്കുമ്പോൾ സുജി ചെയ്തുകൊണ്ടിരുന്ന ജോലി നിർത്തി അവൾക്ക് നേരെ തിരിഞ്ഞു. ഇതാ നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഞാൻ സ്നേഹത്തോടെ പെരുമാറിയാലും ഇല്ലെങ്കിലും ആ കുട്ടി എന്നോട് എന്നും തെളിഞ്ഞ മുഖത്തോടെ സംസാരിച്ചിട്ടുള്ളൂ. നിന്നെപ്പോലെ വാക്കുകൾ കൊണ്ടുള്ള സ്നേഹമല്ല, അത് ഉള്ളിൽ നിന്ന് വരുന്ന നിഷ്കളങ്കമായ സ്നേഹമാണ്. അതുകൊണ്ടാണല്ലോ നിന്റെ ഏട്ടൻ പോലും അവൾക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞത്. ഓ മതി ഒരു ശിവപുരാണം, കേട്ട് കേട്ട് മടുത്തു എനിക്കു. ഇരു കൈയും ചെവിയിൽ പൊത്തി അവൾ ശബ്ദമുയർത്തി. കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇറങ്ങിപ്പോകാൻ നോക്ക് നീ. ഞാൻ നിന്നെ ഇവിടെ പിടിച്ചു വച്ചിട്ടൊന്നുമില്ലല്ലോ, പിന്നെന്താ? സുജിക്കും വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അതവരുടെ വാക്കുകളിൽ തന്നെ പ്രകടമായിരുന്നു. പോകാം. അതിനു മുന്നേ എനിക്ക് അമ്മയോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ പറയ്? അവൾ പറയാൻ വരുന്നത് എന്തിനെക്കുറിച്ചാകും എന്നൊരു ഊഹമുണ്ടെങ്കിലും ഗൗരവത്തോടെ ചോദിച്ചു അവർ. അത് പിന്നെ അച്ഛൻ്റെ കാര്യമാണ്. കമ്പനിയൊക്കെ ആകെ കൈവിട്ട അവസ്ഥയിലാണ്. പ്രതീക്ഷിക്കാത്ത ഒരുപാട് നഷ്ടമാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അച്ഛൻ ആകെ തളർന്നിരിക്കുക. ആരുമില്ല അച്ഛൻ്റെ കൂടെ നിൽക്കാൻ. അമ്മയ്ക്കൊന്ന് പറഞ്ഞുകൂടെ ഏട്ടനോട്? അമ്മ പറഞ്ഞാൽ ഏട്ടൻ കേൾക്കും. ഇല്ല ഷാനി, ഞാൻ പറഞ്ഞാൽ പോലും ഒരിക്കലും അവനിത് കേൾക്കില്ല. കാരണം അവനിന്ന് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നിന്റെ അച്ഛനെയാണ്. ഒന്നും രണ്ട് ദ്രോഹങ്ങളല്ല അയാൾ ശിവമോളോട് കാണിച്ചത്. ജനിപ്പിച്ച മകനോട് പോലും ഒരിറ്റ് സ്നേഹമില്ലാത്ത ആ മനുഷ്യൻ അറിയണം ചുറ്റും ഉണ്ടായിരുന്നവരുടെ വില എന്താണെന്ന്. അനീതിക്ക് കൂട്ടുനിൽക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ. എന്നിട്ടിപ്പോൾ അവരൊക്കെ എവിടെ പോയി? ഒരു താഴ്ച വന്നപ്പോൾ ആരെങ്കിലും ഉണ്ടോ ഇപ്പോൾ കൂടെ? എല്ലാം നഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ സ്വന്തം കഴിവുകേട് കൊണ്ടാണ്. പോട്ടെ, കട്ടും തട്ടിപ്പറിച്ചും നേടിയെടുത്തതൊക്കെ ഒരിക്കലും നിലനിൽക്കില്ല. അതിൻ്റെയൊക്കെ അവസാനം ഇങ്ങനെയൊക്കെ തന്നെയാകും. വാക്കുകൾ കൂട്ടിപ്പെറുക്കി പറഞ്ഞവസാനിക്കുമ്പോൾ കിതച്ചു പോയിരുന്നു അവർ. എങ്കിലും സ്വന്തം ഭർത്താവിനോടുള്ള ദേഷ്യം ആ വാക്കുകളിലും ശബ്ദത്തിലും നന്നെ മുന്നിട്ട് നിന്നു. അമ്മയോട് സംസാരിക്കാൻ വന്ന എന്നെ വേണം ആദ്യം അടിക്കാൻ. മോനെയും മരുമകളെയും സേവിച്ചു കഴിഞ്ഞു. എല്ലാ കാലവും അവർ കാണും കൂടെ. വൈകാതെ എൻ്റെ അച്ഛൻ്റെ വില അറിഞ്ഞോളും. ഒരു പുച്ഛത്തോടെ അവൾ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ സുജി തളർച്ചയോടെ ബെഡിലേക്കിരുന്നു. കണ്ണുകൾ നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകുമ്പോൾ വല്ലാത്തൊരു ഹൃദയവേദന അവരിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. താഴെയുള്ള ജോലികളൊക്കെ കഴിഞ്ഞ് അച്ഛനോടും അമ്മയോടും പറഞ്ഞ ശേഷം ഗൗരി മുകളിലേക്ക് വന്നു. വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ കണ്ടു ബെഡിന്റെ ഒരു സൈഡ് ചരിഞ്ഞു കിടക്കുന്ന ധ്രുവനെ. ഒരു ദീർഘനിശ്വാസത്തോടെ അവൾ ഡോർ അടച്ച് ബാത്റൂമിൽ ഒന്ന് പോയി ഫ്രഷായി വന്നു. അവൻ കിടക്കുന്നതിൻ്റെ മറു സൈഡിലായി വന്ന് കണ്ണുകൾ അടച്ചു കിടന്നു. ഉറക്കമില്ലാത്ത രണ്ടാമത്തെ രാവിനു കൂടെ സാക്ഷ്യം വഹിക്കുകയായിരുന്നു അന്ന് ഗൗരിയും ധ്രുവനും. മോളെവിടെയടി? ഡോർ അടച്ചു തിരിഞ്ഞ ശിവ ത്രിലോകിന്റെ ചോദ്യം കേട്ട് ഒന്ന് നിന്നു. കുഞ്ഞിനെ അമ്മ എടുത്തു നന്ദേട്ടാ. ഇന്ന് അമ്മ കൂടെ കിടത്താമെന്ന് പറഞ്ഞു. എന്തോ അമ്മയുടെ മുഖത്ത് ആകെ ഒരു വിഷമം പോലെ. കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല ഞാൻ. അതിന് അമ്മയ്ക്ക് കൂടുതൽ വിഷമമായാലോ എന്നോർത്തു. മുടിയിലെ സ്ലൈഡ് മാറ്റി ഒന്നാകെ വാരിയെടുത്ത് മുകളിലായി കെട്ടിക്കൊണ്ട് ശിവ അവൻ്റെ അടുത്തേക്ക് നടന്നു. ത്രിലോക് കുളി കഴിഞ്ഞ് മുണ്ടെടുത്തു കൊടുത്തു
തലമുടിയിലെ വെള്ളം ഒന്ന് കുടഞ്ഞു മാറ്റി. അമ്മയുടെ വിഷമമൊക്കെ ഉടനെ തീരും. അതെന്താ നന്ദേട്ടൻ അങ്ങനെ പറഞ്ഞത്? ത്രിലോക് ആ പറഞ്ഞത് കേട്ട് ശിവ അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അതിന് മറുപടി പറയാതെ ത്രിലോക് അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവളെ അവനിലേക്ക് അടുപ്പിച്ചു. നീ ഫ്രഷ് ആകാൻ പോവുകയാണോ? പിന്നില്ലാതെ, എന്തൊരു ചൂടാണ്, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം, കഴുത്തിലെയും മുഖത്തെയും വിയർപ്പ് ഒപ്പിക്കൊണ്ട് പറഞ്ഞവൾ. അതൊക്കെ പിന്നെ, ഇപ്പോൾ എന്തായാലും വേണ്ട. നന്ദേട്ടൻ ഇതെന്താ? ഇപ്പോൾ തന്നെ സമയം ഒരുപാട് വൈകി, ഇനി എപ്പോൾ കുളിക്കാനാ? എല്ലാം കഴിഞ്ഞ് പിന്നെ കുളിക്കാം, അവൻ അവളിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് മെല്ലെ പറഞ്ഞു. എന്ത് കഴിയാൻ? മുഖത്തെ ചിരി അവനിൽ നിന്ന് മറയ്ക്കാൻ എന്നോണം മുഖം തിരിച്ചു അവൾ. ത്രിലോക് അവളെ ഇരു കൈയിലുമായി പൊക്കിയെടുക്കുമ്പോൾ ശിവ അവനെ ഒരു ഞെട്ടലോടെ നോക്കി. ആ കണ്ണുകളിലെ വശ്യതയും തിളക്കവും അവളിൽ ഒരു വിറയൽ തീർത്തു. സമാനതകളില്ലാതെ അവർ ഒന്നായി പടർന്നൊഴുകുമ്പോൾ പുറത്തെ രാവ് അവർക്കൊരു സാക്ഷിയായി. വിയർപ്പ് പൊടിഞ്ഞ് അവളുടെ മേനിയാകെ അവൻ ചുംബിച്ചുണർത്തി. ഒടുവിൽ ഏറി നിന്ന കിതപ്പിന്റെ അകമ്പടിയോടെ അവളിലേക്ക് അവൻ നോങ്കോടെ ആഴുമ്പോൾ ശിവ പിടഞ്ഞുകൊണ്ട് അവനെ അള്ളിപ്പിടിച്ചു. ആവേശത്തോടെ അവൻ അവളിൽ പെയ്തൊഴിഞ്ഞു. നന്ദേട്ടാ! വിയർത്തൊട്ടിയ ആ നെഞ്ചിൽ മുഖമമർത്തി വിളിച്ചു അവൾ. അതിനു മറുപടിയായി അവനെന്ന് മൂളി. ഒന്നുമില്ല, വെറുതെ. നേർത്ത ചിരിയോടെ അവനിലേക്ക് അമർന്നു കിടക്കുമ്പോൾ ത്രിലോക് അവളെ ചേർത്തു പിടിച്ചു. വിയർപ്പിൽ കലർന്ന സിന്ദൂരത്തിൽ മൃദുവായി ചുണ്ടമർത്തി. ഇടം കൈയിൽ അനുഭവപ്പെട്ട അസഹ്യമായ വേദനയിലാണ് ധ്രുവൻ ഉറക്കം വിട്ട് ഉണർന്നത്. മുഖം ചരിച്ച് സൈഡിലേക്ക് വേദന തോന്നിയ ഇടത്തേക്ക് ഒന്ന് നോക്കിയവൻ. ഞെട്ടലോ മറ്റെന്തൊക്കെയോ ഒറ്റ നിമിഷം കൊണ്ട് അവനിലൂടെ കടന്നുപോയതുപോലെ. സൈഡ് ചരിഞ്ഞ് തന്റെ ഇടം കൈയിൽ മുഖം അമർത്തി കിടക്കുന്ന ഗൗരി ആ കൈകൾ തന്റെ അരയിലൂടെ ചുറ്റിപ്പിടിച്ചിട്ടുണ്ട്. ഉറക്കത്തിന്റെ ഇടയിൽ സംഭവിച്ചതാണെന്ന് വ്യക്തം. ഒരു നിമിഷം ആ മുഖത്തേക്കൊന്ന് നോക്കിയിരുന്നില്ല ധ്രുവ്. എങ്കിലും പെട്ടെന്നെന്തോ ഓർത്തതുപോലെ അവളിൽ നിന്ന് നോട്ടം മാറ്റി ഒന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു അവൻ. അവളുടെ കൈകൾ അവനിലായതുകൊണ്ട് തന്നെ എഴുന്നേൽക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ധ്രുവന്. സുഖമായി ഉറങ്ങുന്ന ഗൗരിയെ കണ്ടെങ്കിലും ഉണർത്താതിരിക്കാനും കഴിഞ്ഞില്ല. ഗൗരി, ഗൗരി! ശബ്ദം താഴ്ത്തി പതിയെ അവൻ വിളിക്കുമ്പോൾ അസ്വസ്ഥതയോടെ കണ്ണുകൾ തുറന്നൊന്നു നോക്കി ഗൗരി. ഒന്ന് എഴുന്നേൽക്കടോ, എൻ്റെ കൈ. അവളിൽ നിന്ന് കൈ വലിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് ആണവൻ അത് പറഞ്ഞത്. ഗൗരി പെട്ടെന്ന് അവൻ്റെ കൈയിലേക്ക് നോക്കി. ശേഷം ഞെട്ടലോടെ അവനിൽ നിന്ന് അകന്നു മാറി വേഗത്തിൽ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. ഗൗരിക്ക് അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കിടന്നോ? എഴുന്നേൽക്കാൻ കഴിയാത്തത് കൊണ്ട് വിളിച്ചതാ, സോറി. അവളുടെ മുഖത്തേക്ക് നോക്കാതെ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ വാതിൽ തുറന്ന് ആ റൂം വിട്ടു പോകുമ്പോൾ ഗൗരി ആകെ ചടപ്പോടെ നിന്നു. നന്ദൂട്ടാ, എഴുന്നേക്കടാ, നന്ദൂട്ടാ! ബെഡിൽ കമിഴ്ന്ന് കിടന്ന് ഉറങ്ങുന്ന ത്രിലോകിനെ ഉണർത്താനുള്ള പരിശ്രമത്തിലാണ് സുചിത്ര. ഈ ചെക്കനെ കൊണ്ട്. എടാ ശിവമോൾ എവിടെയിടാ? കുഞ്ഞുമോൾ ഉണർന്ന് നല്ല കരച്ചിലാണ്, വിശക്കുന്നുണ്ടാവും. അത് കേൾക്കേണ്ട താമസം ത്രിലോക് മൂരി നിവർന്നുകൊണ്ട് വേഗത്തിൽ എഴുന്നേറ്റു. എന്താ അമ്മേ, മോൾ എന്തിനാ കരയുന്നേ? അതല്ലേ ഞാൻ പറഞ്ഞത്, കുഞ്ഞിന് വിശക്കുന്നുണ്ടോ എന്ന് തോന്നുന്നു. ശിവമോൾ എവിടെ? സുചിത്ര ചുറ്റും നോക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ ത്രിലോകും ശിവയ്ക്കരികിലായി ചുറ്റും പരതി. ഞാൻ കണ്ടില്ല, അവൾ എഴുന്നേറ്റ് താഴേക്ക് പോയിട്ടുണ്ടാകും. താഴെ നിന്നല്ലേ ഞാൻ വന്നത്, എങ്കിൽ പിന്നെ ഞാൻ കാണേണ്ടതല്ലേ. ഇനി അമ്പലത്തിലേക്കെങ്ങാനും പോയോ ആവോ? സ്വയം പറഞ്ഞുകൊണ്ട് അവർ തിടുക്കപ്പെട്ട് താഴേക്ക് ഇറങ്ങിപ്പോയി. ത്രിലോക് പിന്നെ കിടക്കാനൊന്നും നിൽക്കാതെ ടവലും എടുത്ത് കുളിക്കാൻ കയറി. ഈശ്വരാ, ആരോടും പറയാതെ ഈ കുട്ടി ഇതെങ്ങോട്ട് പോയതാ? സുജി, നീ ഒന്ന് നന്ദുവിനെ വിളിക്ക്. സ്റ്റെയർ ഇറങ്ങി താഴേക്ക് വന്ന ത്രിലോകൻ കേട്ടത് സാവിത്രി അമ്മയുടെ ആദി നിറഞ്ഞ സ്വരമാണ്. എന്താ അമ്മേ, അവളെ കണ്ടില്ലേ ഇതുവരെ? ത്രിലോക് അല്പം ഗൗരവത്തിൽ ചോദിച്ചു. ഇല്ല നന്ദൂട്ടാ, മോൾ എവിടെ പോയി എന്ന് അറിയില്ല. ഇവിടെ എങ്ങും അവളില്ല. എല്ലായിടവും നോക്കി ഞാൻ. ധ്രുവൻ മോൻ പുറത്തേക്ക് പോയിട്ടുണ്ട് നോക്കാൻ. കുഞ്ഞിനെ തോളിലിട്ട് ഉറക്കുന്നതിൻ്റെ ഇടയിലും കരച്ചിലിന്റെ വക്കോളം എത്തിയിരുന്നു സുചിത്ര. അവളെ മാത്രമല്ല, റൂമിൽ ഇഷയുമില്ല നന്ദൂട്ടാ. എന്തോ ഓർത്തതുപോലെ സുചിത്ര അത് പറഞ്ഞതും അകത്തേക്ക് കയറാൻ നിന്ന ത്രിലോകിന്റെ കാലുകളുടെ ചലനം പെടുന്നനെ നിലച്ചു. കവിളിൽ ശക്തമായി പതിയുന്ന കൈക്കൊപ്പം തന്റെ കൈകളിൽ വലിഞ്ഞു മുറുക്കുന്ന വേദന കൂടെ തോന്നിയപ്പോഴാണ് ശിവ മയക്കം വിട്ട് ഉണർന്നത്. ഒരു നിമിഷം എടുത്തു അവൾക്ക് താനിപ്പോൾ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ. ഞെട്ടലോടെ ചുറ്റും നോക്കുമ്പോൾ ആദ്യം മുന്നിൽ പതിഞ്ഞത് ഇഷയുടെ രൂപമാണ്. ഗുഡ് മോർണിംഗ് ഏട്ടത്തി. അതിശയം കൊണ്ട് വിടർന്നുപോയി അവളുടെ കണ്ണുകൾ. കൈകൾ വലിക്കാൻ നോക്കുമ്പോൾ വരിഞ്ഞു മുറുക്കുന്ന വേദനയിൽ അവളുടെ മുഖം ചുളിഞ്ഞുപോയി. തന്നെ കെട്ടിയിട്ടിരിക്കുകയാണെന്ന തിരിച്ചറിവ് അവളെ കൂടുതൽ തളർത്തി. ഏയ്, അതിസാഹസമൊന്നും കാണിക്കാതെ എൻ്റെ ഏട്ടത്തി. നല്ല മുറുക്കിയുള്ള കെട്ടാണ്, അത് അത്ര പെട്ടെന്നൊന്നും അഴിയില്ല. കൂടുതൽ പിടയ്ക്കാതെ ഇവിടെയിരുന്നാൽ അധികം വേദനയൊന്നും തോന്നില്ല. നിനക്കെന്താ ഇഷാനി വേണ്ടത്? നീ എന്തിനാ എന്നെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്? നമ്മളിതെവിടെയാ? ഒന്ന് വിടാതെ അവൾ തന്റെ സംശയങ്ങൾ ഇഷയ്ക്ക് മുന്നിൽ തുറക്കുമ്പോൾ മറുപടി പറയും മുന്നേ ഒന്ന് ചിരിച്ചു ഇഷാനി. പല അർത്ഥങ്ങളുള്ള ചിരി പോലെ. ഇങ്ങനെ നോൺ സ്റ്റോപ്പായി ചോദിക്കല്ലേ എൻ്റെ ഏട്ടത്തി. എന്തായാലും ചോദിച്ച സ്ഥിതിക്ക് മറുപടി ഞാൻ പറയാം. എനിക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ അതിനു വേണ്ടിയാണല്ലോ ഞാൻ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്.
അത് സമയമാകുമ്പോൾ പറയേണ്ട ആള് തന്നെ പറയും. ഇനി രണ്ടാമത്തെ ചോദ്യം, എന്തിനാ ഞാൻ ഏട്ടത്തിയെ കെട്ടിയിട്ടിരിക്കുന്നത് എന്ന്? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നീ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാതെ ഇരിക്കാനാടി നിന്നെ ഞാൻ ഇവിടെ തളച്ചത്. ഇഷാനിയുടെ മാറി വരുന്ന ഭാവം കണ്ട് ശിവ അനുനിമിഷം കൊണ്ട് ഭയം പിടികൂടുമ്പോൾ ശരീരത്തിനോടൊപ്പം അവളുടെ മനസ്സും മരവിക്കുന്നുണ്ടായിരുന്നു. എന്ന് നീ എൻ്റെ ഏട്ടൻ്റെ ജീവിതത്തിലേക്ക് കെട്ടിയെടുത്തോ അന്നു മുതൽ നശിക്കാൻ തുടങ്ങിയതാ ഞങ്ങളുടെ കുടുംബം. എല്ലാവരെയും തമ്മിൽ തല്ലിച്ചിട്ട് ഏട്ടനെ ഞങ്ങളിൽ നിന്നൊക്കെ തട്ടിപ്പറിച്ചു കൊണ്ട് പോയില്ലേ നീ? എൻ്റെ അച്ഛനെയും അമ്മയെയും തെറ്റിച്ചു. എല്ലാം പോട്ടെ, എൻ്റെ ജീവിതം കൂടി നീ തുലച്ചില്ലേടി? ശിവയുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവൾ അലറുമ്പോൾ ആകെ വിറച്ചുപോയി ശിവ. ഞാനൊന്നും ചെയ്തില്ല ഇഷ. നന്ദേട്ടനെ ഞാൻ അത്രയ്ക്കും സ്നേഹിച്ചു പോയത് കൊണ്ടാണ്. ത്രിലോകിൻ്റെ പേര് പറയുമ്പോൾ എപ്പോഴും നിലനിൽക്കുന്ന പ്രണയവാശി ഇന്നും അവളിൽ സഹജമായിരുന്നു. മതിയടി നിന്റെ പ്രസംഗം. ഇന്നുകൊണ്ട് എല്ലാം അവസാനിപ്പിക്കണം എനിക്ക്. നീ ചത്തൊടുങ്ങിയാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. നീ തീർന്നാൽ എൻ്റെ ഏട്ടനെ നിന്റെ ചേച്ചിക്ക് കിട്ടും. എൻ്റെ അച്ഛനെയും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരും. എനിക്ക് നിന്നോടുള്ള കലിയും ഒടുങ്ങും. ഒരു വെടിക്ക് 3 പക്ഷി, അതാ എനിക്ക് കിട്ടുന്ന നേട്ടം. അത്രയും പറഞ്ഞ് അവൾ പൊട്ടിച്ചിരിക്കുമ്പോൾ ശിവ തൻ്റെ കൈകളെ മോചിപ്പിക്കാനുള്ള അതിയായ ശ്രമത്തിലായിരുന്നു. പെട്ടെന്നാണ് പുറത്ത് ഏതോ ഒരു വാഹനം വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടത്. ആഹാ, ദേ എത്തി നിനക്കുള്ള ആള്. നിന്നെ ഇവിടെ എത്തിക്കുക എന്ന ലക്ഷ്യം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ആ ആൾക്ക് വേണ്ടിയാണ്. ഇനിയുള്ളതൊക്കെ അയാൾ തന്നെ സംസാരിക്കും. ശിവയെ നോക്കി വല്ലാത്തൊരു ഭാവത്തിൽ അവൾ അത്രയും പറഞ്ഞു നിർത്തുമ്പോൾ തന്നെ ഒരാൾ ഉള്ളിലേക്ക് കയറി വന്നിരുന്നു. ഞെട്ടലും കടന്ന് തറഞ്ഞു നിൽക്കുന്ന ശിവയ്ക്ക് മുന്നിലായി അവൻ വന്നു നിൽക്കുമ്പോൾ ശിവയുടെ ചുണ്ടുകൾ വിതുമ്പിപ്പോയി. നിങ്ങളോ? കൂടുതലൊന്നും പറയാ അവളുടെ ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. ശബ്ദത്തിനൊപ്പം കരച്ചിലുകൾ കൂടെ പുറത്തേക്ക് വന്നു.